നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നടത്തിയത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയെന്നാണ് അജിത് കുമാർ വ്യക്തമാക്കിയതെങ്കിലും ആ വ്യക്തിപരമായ കാര്യം എന്തെന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. സംശയനിഴലിലായ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അന്വേഷണത്തിലൂടെ തന്നെ ബോധ്യപ്പെടേണ്ടതുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ ആദ്യപടിയായി ചെയ്യാവുന്ന കാര്യവും ഇതാണ്. കാളപെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന ലാഘവത്തോടെ ഒരു സർക്കാരിനും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുമാകില്ല. പ്രതിപക്ഷത്തിൻ്റെയും ഒരുപറ്റ മാധ്യമങ്ങളുടെയും ഈ വിഷയത്തിലെ അമിത താല്പര്യം എന്തെന്ന് കൂടുതൽ ചെയ്യേണ്ട കാര്യവുമില്ല. ഗാന്ധിവധത്തിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ നേതാവുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച ലളിതവൽക്കരിക്കേണ്ടതില്ലെന്ന കാഴ്ചപ്പാട് പൊതുസമൂഹത്തിലെ ഒരു വിഭാഗത്തിനുമുണ്ട്. സർക്കാർ ആ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ഷിജു ഖാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ എന്നിവരാണ്. സ്വാഗതം മൂന്ന് പേർക്കും ചർച്ചയിലേക്ക്. ഷിജു ഖാൻ, ഇവിടെ അല്പം മുമ്പ്, അതായത് ഇന്ന് രാവിലെയോടുകൂടിയാണ് സർക്കാർ ADGP RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. അതുവരെ വല്ലാത്ത കോലാഹലമിളക്കിയ മാധ്യമങ്ങൾക്ക് പിന്നീട് മിണ്ടാട്ടമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാദം പിന്നീട് ഈ അന്വേഷണം പ്രഹസനമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരമൊരു കൂടിക്കാഴ്ച അല്പം വൈകിപ്പോയി എന്നുള്ളൊരാക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ ഈ വിഷയത്തെ CPM എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായും CPM വിശദീകരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഷിജു ഖാൻ, ഇവിടെ ഇത്തരം സംവാദങ്ങളുടെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഒരു SP-യെ സസ്പെൻഡ് ചെയ്തു. ADGP-ക്കെതിരായിട്ട് അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിജിലൻസ് കേസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണവും അടക്കം വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ തുടക്കം മുതൽ CPIM-നെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും വേട്ടയാടുന്നതിനു വേണ്ടി ഈ സംഭവത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും IPS ഓഫീസറോ IAS ഓഫീസറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ സിവിൽ സർവീസ് ഓഫീസർമാരോ ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിനകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. നിയമവിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് ചൂണ്ടിക്കാണിക്കുകയോ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരികയോ ചെയ്താൽ ഗവൺമെൻറ് പരിശോധിക്കും. പിന്നെ ഗവൺമെൻറ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ആക്ഷൻ ത്രില്ലർ സിനിമകളിലേതുപോലെ രാവിലെ പരാതി വന്നാൽ അടുത്ത നിമിഷം തന്നെ, സിനിമയിലാണെങ്കിൽ അടുത്ത സീനിൽ തന്നെ നടപടിയെടുത്ത് പുറത്താക്കി കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കും. അതൊക്കെ സിനിമകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ടാവും. സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിശോധനയുണ്ടാവും. IPS ഓഫീസർമാരുൾപ്പെടെ നടത്തുന്ന ചട്ടലംഘനം അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുക. ഇപ്പോൾ RSSൻ്റെ ഒരു സമുന്നതനായ നേതാവിനെ കേരളത്തിലെ ADGP കണ്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ കാര്യമായാലും വ്യക്തിപരമല്ലാത്ത കാര്യമായാലും അതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ഗവൺമെൻറ്റിന് യാതൊരു മുൻവിധിയും ഇക്കാര്യത്തിലില്ല. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം മറ്റു ചില ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പിന്നെ RSSുമായിട്ടുള്ള CPIM-ൻ്റെ ബന്ധമെന്നും മുഖ്യമന്ത്രിയുമായിട്ട് RSSൻ്റെ ബന്ധമെന്നും ഒക്കെ ആക്ഷേപിക്കാനാണ് വലതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSSുമായി നിരന്തരം ആശയപരമായും അതോടൊപ്പം രാഷ്ട്രീയമായും നേർക്കുനേർ നിന്ന് പൊരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ സമുന്നതനായ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. രാജ്യത്ത് RSSനും BJPക്കും എതിരായി വലിയ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ജനകീയ പോരാട്ടം നടത്താനും
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി BJP നേരിടണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഒക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഇവർ ആഗ്രഹിക്കുകയാണ്, ചില മാധ്യമങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു SPA ഇതാ സംരക്ഷിക്കുന്നു. അപ്പോൾ സസ്പെൻഷൻ നടപടി വന്നപ്പോൾ അവരുടെ വാദം പൊളിഞ്ഞു. പിന്നെ ADGP-യെ സംരക്ഷിക്കുന്നു. അപ്പോൾ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ വാദം പൊളിഞ്ഞു. ഇപ്പോൾ വീണ്ടും RSS-ഉമായിട്ടുള്ള പിന്നെ ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ADGP-ക്കെതിരായി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ വീണ്ടും അവർക്ക് പിന്നെ നിലയില്ലാ കയത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ പോകുന്ന രീതിയാണ് അവർക്കുള്ളത്. അടുത്ത ദിവസം അടുത്ത വിഷയം വരുമ്പോൾ അതിനനുസരിച്ച് അവർ നിലപാട് മാറ്റും. പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഈ മാധ്യമങ്ങളുടെ ആക്ഷേപങ്ങളും അവരുടെ പ്രചരണവും ആധികാരികതയില്ലാത്ത വാർത്തകളുമൊക്കെ കെട്ടിപ്പൊക്കി അദ്ദേഹം ഉണ്ടാക്കുന്ന ഈ ഇടതുപക്ഷ വിരുദ്ധതയുടെ പിന്നെ കടലാസ് വഞ്ചി അത് തകർന്നു പോകും എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഒരുപക്ഷെ ഈ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളെടുത്തൊരു നിലപാടുണ്ട്. എവിടെ അന്വേഷണം? പ്രതിപക്ഷം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. എവിടെ ADGP-ക്കെതിരെ അന്വേഷണം? അതുതന്നെയാണ് നേരത്തെ ഷിജു ഖാൻ ചോദിച്ചത്. ഈ വിഷയങ്ങൾ നേരത്തെ വന്ന സമയത്ത് ആദ്യം സുജിത് ദാസിനെതിരെ അന്വേഷണമുണ്ടോ? സുജിത് ദാസിനെതിരെ അന്വേഷണം സസ്പെൻഡ് ചെയ്തു. ADGP-ക്കെതിരെ അന്വേഷണം തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ ഒരു മൗനം പ്രതിപക്ഷം ഇതിനെ പ്രഹസനമായി കാണുന്ന ഒരു രീതി എനിക്ക് പക്ഷേ ഈ സാഹചര്യത്തിൽ ഓർമ്മ വരുന്നത്, ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് പഴയ ചില ഓർമ്മകൾ ഉണ്ടാകാം. ഈ പോലീസുകാരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെ രാഷ്ട്രീയ സാധ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളിൽ നിന്നുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളായി തന്നെ വേണം കോൺഗ്രസിൻ്റെ ഈ പ്രതികരണങ്ങളെ കാണേണ്ടത്. ശ്രീ N. ശ്രീകുമാർ. നോക്കൂ ശ്രീ സിജു, ഇന്ന് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഇടതുപക്ഷ ഗവൺമെൻറ് അവരുടെ ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ചുള്ള ആരോപണം അന്വേഷിക്കാനായിട്ടാണ് ഉത്തരവിട്ടത്. ഇത് പ്രതിപക്ഷം ഉന്നയിച്ചത് ഏതാണ്ട് 21 ദിവസം മുമ്പാണ്. ഇന്ന് ആ ഉത്തരവിറങ്ങിയ ശേഷം CPM-ൻ്റെ സ്വതന്ത്ര MLA പറഞ്ഞത് 2024 ഏറ്റവും വലിയ തമാശ എന്നാണ്. സൂര്യനെ പോലെ RSS നേതാവിനെ കണ്ട കാര്യം ഉദിച്ചു നിൽക്കുമ്പോൾ എന്തന്വേഷണം എന്ന് പരിഹസിച്ചത് CPM വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA ആണ്. അപ്പോൾ ആ MLA-യുടെ ഒരാക്ഷേപം തന്നെ ഈ അന്വേഷണ പ്രഹസനമാണെന്ന് തെളിയുന്നു. അപ്പോൾ ഇവിടെ നാളെ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. മാധ്യമങ്ങൾ ഇന്ന് മൗനം പാലിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവർ വാർത്ത ഇന്ന് പറയുന്നു. മൗനം പാലിക്കുക എന്ന് വെച്ചാൽ അത് അന്വേഷണവും ചർച്ചയൊക്കെ നടത്തണ്ടേ, അതൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, വിരോധമില്ല. പക്ഷേ ഇത് പ്രഹസനമാണെന്ന് CPM സ്വതന്ത്ര MLA പറയുമ്പോൾ ആ പ്രഹസനമല്ലേ സത്യത്തിൽ ഗവൺമെൻറ്റിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി? മാധ്യമങ്ങൾ എന്തിനാണ് പഴി പറയുന്നത്? ഈ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. ആ 1.5 വർഷം മുമ്പ് കണ്ട കാര്യം അന്നത്തെ ശ്രീ പിണറായി വിജയൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഗവൺമെൻറ്റിനെ അറിയിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെളിപ്പെടുത്തുന്നവരെ മിണ്ടാതിരുന്നത്? എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് അന്വേഷണം നടത്തുന്നത്? ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവരൊരു വലിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം ഘടകകക്ഷിയായ CPI MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട് അവരുടെ പാർട്ടി പത്രത്തിൽ മുഖപ്രസംഗം എഴുതി. അതുമാത്രമല്ല, പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പരസ്യമായിട്ട് പ്രസ്താവന നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്ക് എന്ത് വിജ്ഞാനമാണ് RSS നേതാക്കളിൽ നിന്നും പഠിക്കാൻ അദ്ദേഹം പോയത് എന്ന് ചോദിച്ചു. ദേശീയ സെക്രട്ടറി ശ്രീമതി ആനി രാജ ADGP-യെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു.
എന്നിട്ട് ഇപ്പോഴാണ് ഇവര് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. അത് തന്നെ ശ്രീകുമാർ, ഒരു കാര്യം താങ്കൾക്ക് അറിയാത്ത കാര്യമല്ല. ഈ നമ്മുടെ ഈ അഖിലേന്ത്യാ സർവീസ് ചട്ടം എന്ന് പറയുന്ന ചില ചട്ടങ്ങളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഈ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പോലും ADGP എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ്. 1969 അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം എന്തെങ്കിലും രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണത്തിലോ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ എതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. ആ അപ്പീൽ എടുക്കുന്നതിനുള്ള ആ ചട്ടം എന്ന് പറയുന്നത് അതിപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിയമഭേദഗതി ചെയ്യാനിരിക്കുകയാണ്. 1969 ചട്ടം ഇവിടെ ഈ പോലീസ് സർവീസിൽ ADGP MR അജിത് കുമാറിനടക്കം ബാധകവുമാണ്. ആ വിഷയങ്ങളിരിക്കുമ്പോൾ അതാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കാള പെട്ടെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നത് പോലെ ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ഇതിനൊരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്, ഒരു സമയക്രമമുണ്ട്, അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്കളോട് ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിങ്ങനെ നിൽക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ചില ഓർമ്മകളുണ്ട്. ഇവിടെ ജയറാം പടിക്കൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചത് ആരാണ്? അതോടൊപ്പം TV മധുസൂദൻ എന്ന് പറഞ്ഞ പോലീസ് മേധാവി ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്? പുലിക്കോടൻ നാരായണൻ എന്ന് പറയുന്ന തീരെ ചെറിയൊരു ഉദ്യോഗസ്ഥൻ്റെ നിലപാടുകൾ എന്തായിരുന്നു? അങ്ങനെ ഈ പോലീസ് വളരെ എന്താ പറയുക, ഈ കുപ്രസിദ്ധരായ ചില പോലീസ് ഉദ്യോഗസ്ഥരെ വഴിവിട്ട രീതിയിൽ ഉപയോഗിക്കുകയും അവരുടെ നിലപാടുകൾ മൂലം സർക്കാരിന് തന്നെ നാണക്കേടുണ്ടായതിൻ്റെ ചരിത്രം കോൺഗ്രസ്സുകാർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആയിരിക്കാം ഇവിടെ നടക്കുന്നതെന്ന് ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നത്തിനെ അങ്ങനെ കൊണ്ടുവരികയും ചെയ്തത്. ശ്രീകുമാർ, താങ്കൾ കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞു. അതിലൊരാളുടെ പേര് വിട്ടുപോയി, രമൺ ശ്രീവാസ്തവ. അദ്ദേഹം കരുണാകരൻ്റെ ഏറ്റവും അടുത്ത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ EK നായനാർ പരിഹസിച്ചത് ആ പേര് ഞാനിവിടെ പറയില്ല. അങ്ങനെ പരിഹസിച്ച രമൺ ശ്രീവാസ്തവയെ പിന്നീട് CPM ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലീസിൻ്റെ ഉപദേശകനായിട്ട്, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപദേശകനെ വെക്കുന്നത് പോലീസിൽ, രമൺ ശ്രീവാസ്തവയെ വെച്ചു. അതും കൂടെ ഞാൻ സജീവനെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അത് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഞാനിവിടെ പറഞ്ഞത് IAS ചട്ടങ്ങളും IPS ചട്ടങ്ങളും ഒക്കെ നമുക്കറിയാം, അതൊക്കെ ഉണ്ടാവട്ടെ. 16 മാസം മുമ്പ് നടന്നൊരു കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോഴാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കാലയളവൊക്കെ ഇഷ്ടംപോലെ കിട്ടി. അതുമാത്രമല്ല, ഇവിടുത്തെ വിഷയം രാഷ്ട്രീയ വിഷയമല്ലിത്. ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSS നേതാക്കളെ കാണാൻ പോയത് എന്തിനാണ്? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണോ? അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് ആ സ്വഭാവമില്ല, CPM ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ദൂതനെ വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ന് അന്വേഷണം വെച്ചത്? അപ്പോൾ മുഖ്യമന്ത്രി മിനിങ്ങാന്ന് പറഞ്ഞത് ഇന്ന് അദ്ദേഹം തിരുത്തി എന്നല്ല എൻ്റെ അർത്ഥം. അത് മാത്രമല്ല, ഇടതുമുന്നണി താങ്കൾ രണ്ടിനെയും ഒരുമിച്ച് കാണുകയാണ്. അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൊളിറ്റിക്കലാണ് പറഞ്ഞത്, ഇങ്ങനെ രാഷ്ട്രീയ കാര്യത്തിനായി പോലീസുകാർ ഉപയോഗിക്കേണ്ടതില്ല LDF സർക്കാരിനും CPM-നും. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സംശയത്തിന് നിലനിൽക്കുകയാണ്. എന്തിന് RSS വധത്തിൽ, ഗാന്ധി വധത്തിലടക്കം പങ്കുള്ള RSS എന്ന് പറയുന്ന ആ സംഘടനയുടെ നേതാവിനെ, ആ രാംമാധവനെ അടക്കം കണ്ട വാർത്തകൾ പിന്നീട് നമ്മൾ കണ്ടതാണല്ലോ. എന്തിന് കണ്ടു എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ അത് ശക്തിമത്തായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാർ അതിന് അന്വേഷണം തുടരും. അതങ്ങനെ തന്നെയാണ് കാണുകയും ചെയ്തിട്ടുള്ളത്. ശ്രീ M. ജയചന്ദ്രൻ, ഒരു പക്ഷേ ഈ ശ്രീകുമാർ പറഞ്ഞ ചില വിഷയങ്ങൾ, ശ്രീകുമാർ പറഞ്ഞ വിഷയങ്ങളുണ്ട്. അതിൽ പറഞ്ഞത് എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നേരത്തെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇവിടെ അദ്ദേഹം ചോദിച്ച ചോദ്യം ന്യായമാണ്. എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം, അതിന് മറുപടി പറയേണ്ടതുണ്ട്. അതിന് സർക്കാരിന് കൃത്യമായ മറുപടിയുണ്ട്. പാർട്ടിക്കും അത് സംബന്ധിച്ച് നേരത്തെ ഷിജു ഖാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളായി എടുത്തിട്ടുള്ള പോലീസിനെ ഉപയോഗപ്പെടുത്തുകയും ദുരുപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ കേരളത്തിൽ LDF സർക്കാർ പോലീസിനെ ഉപയോഗപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതിനെ അത്തരത്തിൽ കാണേണ്ടതുണ്ടോ? അതാണോ ശരിയായ നിലപാടെന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. M. ജയചന്ദ്രൻ, ഇതിൽ സിജു പിന്നെ ശ്രീകുമാറിൻ്റെ ചോദ്യത്തിന് സ്ട്രെയിറ്റായിട്ട് തന്നെ പറയാൻ കഴിയുന്ന മറുപടികൾ നിലവിലിവിടെ ഉണ്ട്. അതൊന്ന് പറഞ്ഞങ്ങ് പോകാൻ നോക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചത്? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയില്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതാണല്ലോ ചോദ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കുന്നത്. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. പിന്നെ 21 ദിവസമായി പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി ഇപ്പോഴാണ് മറുപടി പറയുന്നതെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറുപടി ഇത്രയും ഉള്ളൂ. എന്താണെന്നറിയുമോ? ഈ പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച അന്വേഷണം VD സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ
ആക്ഷേപത്തിൻ്റെ, വിമർശനത്തിൻ്റെ, ഉന്നയിച്ച ആരോപണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഈ അന്വേഷണം. അതൊന്നാമത് താങ്കൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീകുമാർ. കാരണം വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി, ഇത്തരത്തിലുള്ള മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം വന്നത്? അത് സുവ്യക്തമായ കാര്യമാണ്. 2 ആഴ്ച മുമ്പാണ് LDF യോഗം ചേർന്നത്. LDF യോഗം ചേരുന്നതിന് മുൻപ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി, RJDയുടെ സെക്രട്ടറി ജനറൽ, NCPയുടെ പ്രസിഡന്റ് 3 പേരും ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് ഞങ്ങൾ LDF യോഗത്തിൽ ആവശ്യപ്പെടും എന്ന് പറഞ്ഞിരുന്നല്ലോ, പുറത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതിനുശേഷം LDF യോഗം കൂടിയപ്പോൾ അവർ LDF യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചു. പിന്നെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന LDF കൺവീനർ TP രാമകൃഷ്ണനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും മുഖ്യമന്ത്രി വിശദമായി തന്നെ അവിടെ മറുപടി പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നം, പിന്നെ ഈ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കടക്കം അത് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ പുതിയ പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെട്ട ഈ വിഷയത്തിൽ കൂടെ ഗവൺമെൻറ് അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കാര്യം രഹസ്യമായി വെക്കുകയല്ല ചെയ്തത് LDF. അത് കഴിഞ്ഞ് LDF കൺവീനർ വാർത്താസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം കൂടെ അന്വേഷിക്കുകയാണ് എന്ന് LDF കൺവീനർ വ്യക്തമായി അവിടെയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം ഉത്തരവിടാൻ പറ്റില്ലല്ലോ. അതിൻ്റെതായിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ടെന്ന് നിശ്ചയമായി ശ്രീകുമാറിന് അറിയാം. അത് നമ്മൾ ആ തർക്കത്തിലേക്ക് പോകണ്ട. പിന്നെ 1.5 വർഷം മുമ്പാണല്ലോ ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത്. ഇദ്ദേഹം കാണാൻ പോയത്, അജിത് കുമാർ ADGP കാണാൻ പോയത്. എന്താണ് ഇത്രയും വൈകിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രിയപ്പെട്ട ശ്രീകുമാർ, ഞാനൊരു കാര്യം അങ്ങോട്ട് സംശയം രൂപത്തിൽ താങ്കളോട് ചോദിക്കുകയാണ്. ഇവിടെ ഈ പ്രശ്നം അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം, ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ? അതാണല്ലോ പ്രാഥമികമായിട്ട് ആരിലും ഉണ്ടാകുന്ന ഒരു സംശയം, നമുക്ക് ജനിക്കേണ്ട ഒരു ചോദ്യം അതാണല്ലോ. ഇവിടെ ക്രൈം നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ അന്വേഷിക്കണം, കേസെടുക്കണം. കൂടിക്കാഴ്ച എന്നേ ഉള്ളൂ. അതെന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ 1.5 വർഷമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള അടുത്ത ചോദ്യം. അതിന് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അറിഞ്ഞു. ADGP ഇൻ്റലിജൻസ് വഴി ആ വിവരം അറിയും. അതിലെന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? പലവട്ടം പല ചർച്ചകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ചാനലുകളുടെ ചർച്ചയിൽ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതിൽ പേഴ്സണൽ, ഇൻഫോർമൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പേഴ്സണലാണ്, അനൗദ്യോഗികമാണ് കൂടിക്കാഴ്ച. ഇതാണ് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ ADGP ഇൻ്റലിജൻസ് വഴി മുഖ്യമന്ത്രി അറിയിച്ച കാര്യം. ഈ 1.5 വർഷമായിട്ട് ആ പ്രശ്നം തന്നെയാണ് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു പ്രതിപക്ഷത്തിനും ഈ 1.5 വർഷമായിട്ട് ഇത് കിട്ടിയില്ലല്ലോ വിവരമൊന്നും. പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കിട്ടിയെന്നുള്ള വിവരം എനിക്കറിയാം. അവിടെ ചർച്ച ചെയ്യേണ്ട വേദി ഇതല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നില്ല. അപ്പോൾ അത് താങ്കൾ പറയുന്നത് പോലെ തന്നെ ആ പ്രശ്നം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്ന 21 ദിവസം മുമ്പാണേ. അതുവരെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ഈ വിവരമില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളത് LDF നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ ഈ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കണം. ക്രൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം അടങ്ങിയിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ് അവർ LDFൽ ഉന്നയിച്ച വിഷയം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? രാഷ്ട്രീയ വിഷയമുണ്ട്, രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ് എന്നുള്ള നിലപാട് അംഗീകരിക്കുന്നു. പക്ഷേ അതിന് പ്രാഥമികമായി പിന്നെ ഇതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്തണം. നിയമപരമായ അന്വേഷണം നടക്കുന്നതിന്. എന്തുകൊണ്ടാണ്? ഒരു കരാർ തൊഴിലാളിയല്ല ADGP എന്ന് പറയുന്ന ആ തസ്തികയിലിരിക്കുന്നയാൾ. ഒരു കരാർ തൊഴിലാളിയല്ല. വെറുതെ അങ്ങ് പിരിഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞ് പിരിച്ചുവിടാൻ കഴിയുന്ന ആളുമല്ല. 2, പിന്നെ CIT എന്ന് പറയുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അടക്കം പോയി മുതിർന്ന IPS ഉദ്യോഗസ്ഥർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്, അനുഭവത്തിലുമുണ്ട്. അതുകൂടെ കണക്കാക്കിക്കൊണ്ടാണ് വിശദമായി കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം അന്വേഷണത്തിലേക്ക് കടക്കുക. അന്വേഷണത്തിൽ കുറ്റക്കാരനെ കണ്ടെത്തിയാൽ ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് തീരുമാനവും. ആ തീരുമാനമാണ് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഉത്തരവായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വസ്തുത. ഈ വസ്തുത അറിയാത്തവരല്ല, പ്രത്യേകിച്ചും ശ്രീകുമാറിനെ പോലെ കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുന്ന നല്ല പിന്നെ നിരീക്ഷണ പാഠവുമുള്ള വ്യക്തിയായ ശ്രീകുമാർ അറിയാത്ത കാര്യമല്ല ഇതൊന്നും. ഇതിനിടയ്ക്ക് ഞാൻ ശ്രീകുമാറിനോടൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, നേരത്തെ അദ്ദേഹം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ CITയുടെ പ്രശ്നം. മുൻപൊരു DGP ഇവിടെ ഉണ്ടായിരുന്നു, സെൻകുമാർ.
മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ താവളം ഈ UDF-കാർ അദ്ദേഹത്തിന് വല്ലാതെ പിന്തുണമായി എത്തിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ താവളം എവിടെയാണെന്ന് UDF-കാർക്ക് മനസ്സിലാകുന്നില്ലെന്ന്. പിന്നീട് മനസ്സിലാകുകയും ചെയ്തു. തിരുവഞ്ചൂർ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് നിയമസഭയിൽ ഹാലിളക്കിയവരാണ്. പിന്നീട് തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ കൂടി അതിനകത്ത് വരുന്നുണ്ട് ശ്രീകുമാർ. ഈ CAT അടക്കമുള്ള പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കണ്ടതാണല്ലോ ആ വിഷയത്തിൽ. സുപ്രീം കോടതിയിലടക്കം പോയ CAT-യിലടക്കം പോയ ചില കാര്യങ്ങൾ. അല്ല, അത് തന്നെയാണ് പ്രതിപക്ഷം ചോദിച്ചത്. മുൻ DGP സെൻകുമാറിൻ്റെ ഒരു RSS വല്ല BJP ലാവണത്തെക്കുറിച്ച് അറിഞ്ഞ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തൻ്റെ കീഴിലുള്ള ക്രമസമാധാന ചുമതല ADGP RSS നേതാക്കളെ കണ്ടത് അറിയാതെ പോയതെന്നൊരു ചോദ്യം ചോദിച്ചു. അല്ല ശ്രീകുമാർ, അറിഞ്ഞില്ല എന്നല്ല, അതായത് കൃത്യമായി അറിഞ്ഞു അന്ന് തന്നെ. അല്ല ശ്രീകുമാർ, അന്ന് തന്നെ അറിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്റലിജൻസ് വിഭാഗം കൃത്യമായ മറുപടി കൊടുത്തു. അദ്ദേഹം സ്വകാര്യ കാറിൽ, അതായത് RSS-കാരനായ സുഹൃത്തിനോടൊപ്പം കാറിൽ പോയി എന്നുള്ളതും സന്ദർശനം വ്യക്തിപരമായിരുന്നു എന്നുള്ളതൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായ വിവരം മുഖ്യമന്ത്രിക്കടക്കം കിട്ടുകയും ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജയ്സൺ ചൂണ്ടിക്കാട്ടിയതുപോലെ താങ്കൾ പറയുന്നത് പോലെ ഒരു വിഷയമുണ്ടായി, ഒരാളെ കുത്തിക്കൊന്നു, എന്നാൽ നാളെ തന്നെ പിടിച്ചകത്തിടൂ എന്ന് പറയുന്ന തരത്തിലേക്കുള്ളൊരു സംഭവം അല്ല ഇതെന്നുള്ളത് നമുക്കറിയാം. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും ചില വാദമുഖങ്ങൾ ഉന്നയിക്കാനും വേണ്ടി നമുക്ക് പറയാമെന്നല്ല അല്ലാതെ കഴിഞ്ഞ് ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മാധ്യമങ്ങൾ ഇങ്ങനെ ഹാലിളകി കൊണ്ടുപോകുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇന്നിപ്പോൾ കൃത്യമായി ഈ വിഷയത്തിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഇത് പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നു. നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. 21 ദിവസം മുമ്പാണല്ലോ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അറിഞ്ഞത്. അല്ല, ഇവിടെ ശ്രീ ജയേന്ദ്രൻ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് അന്വേഷിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അന്വേഷിക്കേണ്ട ബാധ്യത ഇല്ലെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം മുഖ്യമന്ത്രി. അതിനാണല്ലോ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും രാഷ്ട്രീയപരമായ വിമർശനം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കൊക്കെ കൊടുത്തിരിക്കുന്നത്. VD സതീശൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇവിടെ നിങ്ങൾ എത്ര തന്നെ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശ്രീ ഷിജു ഖാൻ ഇതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇന്നത്തെ അന്വേഷണത്തെക്കുറിച്ച് എത്ര ഭംഗിയായിട്ട് വിശദീകരിച്ചു. ഇന്നലെയോ മിനിഞ്ഞാന്നോ വിശദീകരിച്ചെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് CPI-യും RJD-യും NCP-യും പരസ്യമായി ആവശ്യപ്പെട്ട് സമ്മർദ്ദത്തിലാക്കി അവസാനം ഗതികെട്ടുള്ള അന്വേഷണമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷമല്ല പറഞ്ഞത് ഈ അന്വേഷണം പ്രഹസനമാണെന്ന് പറഞ്ഞത്. CPM-ൻ്റെ സ്വതന്ത്ര MLA ആണ്. CPM-ൻ്റെ MLA ആണ് എന്ന് പറഞ്ഞത്. അദ്ദേഹം CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലുണ്ട്. CPM-ൻ്റെ സ്വതന്ത്ര MLA അദ്ദേഹമാണ് പറഞ്ഞത് പ്രഹസനമാണ്, തമാശയാണ്. ഷിജു ഖാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ D രാജ അടക്കമുള്ളവർ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ അവർക്ക് ഭിന്ന അഭിപ്രായങ്ങളുണ്ടായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ ഒരു മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാർ എടുത്ത തീരുമാനമാണ് അന്വേഷണത്തിലേക്ക് പോകുക എന്നുള്ളത്. പാർട്ടികൾ അവിടെ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ADGP-യെ മാറ്റി നിർത്തണമെന്ന് ചില RJD അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ഇങ്ങനെയാണ്. ഷിജു ഖാൻ ഒരുപക്ഷെ N. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിന് ഷിജു ഖാൻ മറുപടി പറയാമെന്ന് തോന്നുന്നു. അല്ല, അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തൂടെ, മെനിഞ്ഞാന്ന് തീരുമാനമെടുത്തൂടെ എന്നുള്ളതാണ്. ഇതൊക്കെ ദീർഘകാലമായി മാധ്യമരംഗത്തുണ്ട് എന്ന് ഞാൻ കരുതുന്ന കോൺഗ്രസ് സഹയാത്രികനായ ശ്രീകുമാർ ഒരു TV ചർച്ചയിൽ ഇങ്ങനെ ഒരു പ്രതികരണമാണോ നടത്തേണ്ടത്? അദ്ദേഹത്തിന് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ആരായാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇന്നലെ ഇറക്കേണ്ടതായിരുന്നു. ഇന്നാണ് ആ തീരുമാനമെടുത്തത്. എന്താണ് ശ്രീകുമാർ അതിൽ വ്യത്യാസമുള്ളത്? ഇന്നലെ കഴിഞ്ഞ് ഇന്നത്തെ പ്രഭാതം വന്ന് ഇന്ന് സായം സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു കാരണമല്ലേ നിങ്ങൾ കണ്ടെത്തുന്നത്? ഇന്നലെ പറഞ്ഞില്ല, ഇന്നാണ് അത് പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ വാദം. അതുകൊണ്ട് പ്രഹസനം ആവുകയാണ്. അതെങ്ങനെയാണ് ശ്രീകുമാർ? അങ്ങൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളുമൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായതെന്ന് പ്രഖ്യാപിക്കുകയല്ലേ. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അങ്ങ് ഇപ്പോൾ രാത്രി 8 മണിയുടെ ഒരു ചർച്ചയിൽ
അങ്ങക്ക് എന്തും പറയാം, അങ്ങയുടെ വ്യക്തിനിഷ്ഠമായ കാര്യം എന്ന നിലയിൽ അങ്ങക്ക് പറയാം. ഒരു ആധികാരികതയുമില്ലാതെ ഒരു പിന്നെ വിശദാംശങ്ങളും മനസ്സിലാക്കാതെ അങ്ങക്ക് പറയാം. പ്രത്യേകിച്ച് വേറെ ആരും അങ്ങയെ തടയാനൊന്നുമില്ല, അവതാരകനും തടയാനില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുമ്പോൾ, ഒരു ഗവൺമെൻറ് ഒരു നിലപാടെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയാണോ ഗവൺമെൻറ് നിലപാടെടുക്കുന്നത്? അതല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ അവരെ അങ്ങ് ഭയപ്പെട്ടോളാം എന്ന് പറഞ്ഞാണോ തീരുമാനമെടുക്കുന്നത്? അതിന് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ മെഷീനറി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവായ സംബന്ധമായ കാര്യങ്ങളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പിന്നെ സർവീസ് നിയമങ്ങളുണ്ട്. ഒരു ADGP റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു IPS ഓഫീസറെ സംബന്ധിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ പിന്നെ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങളുണ്ട്. ഇതൊന്നും ശ്രീകുമാർ മനസ്സിലാക്കുന്നില്ലേ? അങ്ങക്ക് വേറെ പരാതിയില്ല, ഇന്നലെ പറയേണ്ടിയിരുന്നു, ഇന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ശ്രീ അൻവറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴും ചില ആളുകൾ ഏറ്റ് പിടിക്കുന്നത് ഇത് ഇന്നലെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ, ഇന്നലെ അങ്ങ് അന്വേഷണം പ്രഖ്യാപിച്ചുകൂടായിരുന്നോ? നമുക്കൊരു വിഷയം ഉയർന്നു വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നയങ്ങളും നിലപാടുകളും ഗവൺമെൻറ് സ്വീകരിക്കും. അതിന് വലിയ കാലതാമസം ഉണ്ടായോ ശ്രീകുമാർ? അങ്ങീ പറയുന്ന സംവാദങ്ങളും വിവാദങ്ങളും, അങ്ങീ പറയുന്ന CPIMൻ്റെ ഭാഗമായി ഇട്ടുള്ള സ്വതന്ത്ര MLAയുടെ പത്രസമ്മേളനവും പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനവും അങ്ങ് പറയുന്ന പാർട്ടി നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ട് മാസങ്ങളേറെയായോ? ഇതൊക്കെ ഏറ്റവും അടുത്ത സംഭവങ്ങളല്ലേ? ഇത്തരം ഒരു സംഭവ വികാസം ഉയർന്നു വരുമ്പോൾ ഗവൺമെൻറ്റിനെ പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രി പറയും, അപ്പോൾ ഉത്തരവ് അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അത് പുറപ്പെടുവിക്കും. പിന്നെ അങ്ങ് തന്നെ പറയുന്നു ഇതൊക്കെ ഇൻ്റലിജൻസ് നേരത്തെ കണ്ടെത്തിയതാണ്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന്. നമുക്കറിയാമല്ലോ. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു IPS കാരൻ്റെയോ IAS ഓഫീസറുടെയോ IFS ഓഫീസറുടെയോ ഒരു രാഷ്ട്രീയ പിന്തുണ കൊണ്ടാണോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടം വരെ എത്തിയത്? CPIM-ഉം അതോടൊപ്പം ഇടതു പാർട്ടികളുമൊക്കെ നല്ല നിലയിൽ ഭരണരംഗത്തും പ്രതിപക്ഷത്തും ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് എടുക്കണം എന്ന് കണ്ടിട്ടുള്ള ഏത് കാര്യത്തിലാണ് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കാത്തത്? എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അന്നും ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ വന്നു പറയും ഇത് സൺഡേ എടുത്തില്ല, മൺഡേ ആണ് എടുത്തത്, അല്ലെങ്കിൽ പറയും മൺഡേ എടുത്തില്ല, തേഴ്സ്ഡേ ആണ് എടുത്തത്. ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഫയല് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ. നമ്മളൊക്കെ ഇപ്പം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്കൊരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ, ഞാനൊരു എളിയ പൊതുപ്രവർത്തകനാണ്, യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു നടപടിക്രമം പൂർത്തിയാക്കാതെ രാത്രി 8 മണിക്ക് വന്ന് ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സിജു ആകട്ടെ, ശ്രീകുമാർ ആകട്ടെ, ശ്രീ ജയചന്ദ്ര സാറാകട്ടെ, നിങ്ങൾ എന്ത് കാര്യം ഇവിടെ വെളിപ്പെടുത്തിയാലും അതിൻ്റെ പ്രൊസീജിയർ പാലിക്കാതെ, ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെ ഞാനിപ്പോൾ എനിക്ക് തീരുമാനം പറയാൻ പറ്റുമോ? അങ്ങനെ തീരുമാനം പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ ശ്രീകുമാറിനെ പോലുള്ളവർ ആഗ്രഹിക്കുന്ന അതായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തങ്ങൾക്കെതിരായി ആക്ഷൻ എടുത്തതെന്ന് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് പറയാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. വിഷയങ്ങൾ പഠിച്ചും വിഷയങ്ങൾ പരിശോധിച്ചും നടപടിക്രമം പൂർത്തിയാക്കിയേ മുന്നോട്ട് പോകാൻ പറ്റൂ. നേരത്തെ പറഞ്ഞല്ലോ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർമാർ, IPS ഓഫീസർമാർ, അവർ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചട്ടത്തിൻ്റെയും നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്, ചില പ്രോട്ടോക്കോളുകളുണ്ട്, ചില ഗൈഡ് ലൈനുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ അവർക്കെതിരായി നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂ. അല്ലാതെ ഇന്നിപ്പോൾ രാവിലെ ഒരു ആരോപണം വന്ന ഉടൻ അതിപ്പോൾ നിങ്ങൾ അൻവറിൻ്റെ പേര് പറയുന്നു. ഇപ്പം അൻവർ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളെ ഗവൺമെൻറ് ഗൗരവത്തിലെടുത്തു, മുഖ്യമന്ത്രി ഗൗരവത്തിലെടുത്തു. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു. അതിനുശേഷം പിന്നെ SP-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ADGP-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം നിലപാട് പ്രഖ്യാപിച്ചു. പിന്നെ ശ്രീകുമാറും പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്ന RSS-ഉമായിട്ട് ഞങ്ങൾക്ക് ചില ബന്ധമുണ്ടെന്നാണ്. എന്ത് ബന്ധമാണ്? RSS-നെയും BJP-യെയും നേർക്ക് നേർന്ന് പടവെട്ടുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം, അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം കൃത്യമായി അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങ് ഒരു MLA കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായ നിലപാട് വിശദീകരിച്ചില്ലേ?
ഇക്കാര്യത്തിൽ സ്പഷ്ടമായ നിലപാട് വിശദീകരിച്ചില്ലേ? കേരളത്തിലെ CPIM-നെ സംബന്ധിച്ച് ആ CPIM-ന്റെ സംസ്ഥാന നേതൃത്വവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അത്തരം നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സംശയമൊന്നുമില്ല ശ്രീകുമാർ. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആശങ്കകളൊന്നുമില്ല, ജനങ്ങൾക്ക് ആശങ്കകളൊന്നുമില്ല. ഇതൊക്കെ തുറന്ന് നിലപാടെടുക്കുന്ന ഏത് വമ്പൻ സ്രാവാണെങ്കിലും നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു പ്രമുഖനായ നടൻ, നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊപ്പം ഇവിടെ ആലുവ നഗരസഭയിൽ നിങ്ങൾ സ്വീകരണം കൊടുത്തല്ലോ. ഒരു വലിയ നടൻ, ഒരു പ്രശസ്തയായ നടിക്കെതിരായി ആക്രമണം നടത്താൻ അതിൻ്റെ ഗൂഢാലോചനയും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു നടൻ ജയിലിലടയ്ക്കപ്പെട്ടല്ലോ. കേരളത്തിലെ സിനിമാ ലോകത്ത് ദീർഘകാലം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്ന് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ആ നിയന്ത്രണത്തിന്റെ ചരട് കയ്യിലുണ്ടായിരുന്ന ഒരു നടനെതിരായി ക്രിമിനൽ കേസ് വന്നപ്പോൾ ഞങ്ങൾ പിടിച്ചു, കയ്യാമം വെച്ചു, ജയിലിലടച്ചു. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അതേ നടനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയി ആലുവ നഗരസഭയിലെത്തിച്ച് കോൺഗ്രസുകാർ സ്വീകരണം കൊടുത്തു. അന്ന് ഈ നടനു വേണ്ടി വിലാപം മുഴക്കിയ മറ്റൊരു നടന് ധർമ്മജൻ ബോൾഗാട്ടിയെ നിങ്ങൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. എന്നിട്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതോ ADGPയെ സംരക്ഷിക്കാനുണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ADGPയെ സംരക്ഷിക്കാനില്ല. ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിക്ക് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സംബന്ധിച്ച് വിവാദം വന്നല്ലോ. ഞങ്ങൾ നിലപാടെടുത്തില്ലേ? ഞങ്ങൾ സംരക്ഷിച്ചോ? ഞങ്ങൾ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തോ? ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കും. മുൻവിധിയില്ല. അന്വേഷണം നടത്താതെ തൂക്കിക്കൊല്ലുകയോ അന്വേഷണം നടത്താതെ വെടിവെച്ചു കൊല്ലുകയോ വെടിവെക്കാനോ ആക്രമിക്കാനോ ശിക്ഷ കൊടുക്കാനോ ഉള്ള നിയമം ഇന്ത്യയിലില്ലല്ലോ. ഉണ്ടോ? ഒരാൾ ഇവിടെ ശ്രീകുമാർ ആരോപണം ഉന്നയിച്ച ഉടൻ ഈ പോലീസ് ഓഫീസർ കുറ്റവാളിയാണ്, അതുകൊണ്ട് വെടിവെച്ചു കൊല്ലാം എന്ന് പറയുന്ന നിയമം ഇന്ത്യയിലെ IPC-യിലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാറി വന്ന നിയമസംഹിതയിലും ഉണ്ടായിരുന്നില്ല. ഇത് സുജു, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഗൗരവത്തിൽ കണ്ട ഈ സർക്കാരിനെ കരിവാരിത്തേക്കാനും ഈ സർക്കാരിനെതിരായി ആക്ഷേപങ്ങൾ നിരത്താനുമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഭയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. നല്ല പോലീസുകാർ കേരളത്തിന്റെ ഭാഗമാണ്. നല്ല അന്വേഷണ മികവുള്ള പോലീസുകാർ കേരളത്തിന്റെ ഭാഗമാണ്. കുറ്റവാളികളെ ഈ രാജ്യത്ത് ഏത് പോലീസ് സംവിധാനത്തെ താരതമ്യപ്പെടുത്തിയാലും നമ്മുടെ പോലീസ് സംവിധാനം മികച്ചതാണ്. എന്നാൽ അതിൽ ഒറ്റപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഈ പോലീസ് സംവിധാനവും എല്ലാ ADGPമാരും DGPയും SP-മാരും അതോടൊപ്പം IPS ഓഫീസർമാരും ഇവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് വരുത്താനാണ് ഇവിടെ ശ്രമം. ആരോപണം ഉന്നയിക്കപ്പെട്ട പരാതി വന്ന ആളുകൾക്കെതിരായി ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഈ പോലീസ് സംവിധാനത്തിന്റെ ശക്തിയെയും അതിന്റെ ശേഷിയെയും തകർക്കാനുള്ള ഒരു നിലപാടാണ് കോൺഗ്രസും ഇവിടുത്തെ BJPയും ശ്രമിക്കുന്നത്. ഞങ്ങൾ അതിനോടൊപ്പമല്ല. ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഷിജുഖാൻ പറഞ്ഞത് ശ്രീകുമാർ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് ശ്രീകുമാർ ഈ നേരത്തെ തന്നെ ഉയർന്നു വന്ന നിരവധി പ്രശ്നങ്ങൾ, അതിലേറ്റവും ഒടുവിലായി ഷിജുഖാൻ ചൂണ്ടിക്കാട്ടിയ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടുകളിലടക്കം ഏത് വിഷയത്തിലാണ് പാർട്ടി അല്ലെങ്കിൽ CPM LDF സർക്കാർ നിലപാടെടുക്കാതിരുന്നത്? പക്ഷേ ഇവിടെ ഏറ്റവും ബാലിശമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ADGP വിഷയം വന്നപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്ന പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറഞ്ഞുകൊണ്ട് വന്ന എന്താണ്? പിണറായിയുടെ ഇടനിലക്കാരനായി ADGP പോയി എന്നുള്ളതാണ്. വളരെ വില കുറഞ്ഞ യുക്തിക്ക് നിരക്കാത്ത കാര്യമല്ലേ ശ്രീകുമാർ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നത്? ഇത് ആരെയാണ് പറ്റിക്കുന്നത്? കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണുന്നില്ലേ ഇങ്ങനെയുള്ള വില കുറഞ്ഞ യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അല്ല, വില കുറഞ്ഞ യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് പ്രതിപക്ഷമാണോ ഭരണപക്ഷ MLA ആണോ എന്നുള്ളതൊക്കെ ജനം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷിജുഖാൻ ഒരു നടനെക്കുറിച്ചും ആ നടനെ പിന്തുണച്ച ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ CPM കൊല്ലം MLA-യുടെ പേര് ഇന്ന് CPM-ൻ്റെ മുഖപത്രത്തിലെ 1-ാം പേജിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ MLA എന്ന് മാത്രമില്ല, നടൻ മുകേഷ് എന്ന് മാത്രമേ ഉള്ളൂ. MLA എന്ന് CPM മുഖപത്രത്തിൻ്റെ 1-ാം പേജിലില്ല. MLA എന്നുള്ള വെട്ടിക്കളഞ്ഞ് അറിയാണ്ട് പോയതായിരിക്കും. പക്ഷേ ആയിക്കോട്ടെ, പോട്ടെ, കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അറസ്റ്റിലായ CPM MLA ഇവിടെ ഇരിക്കുമ്പോഴാണല്ലോ ഷിജുഖാൻ താങ്കൾ ഈ തോറ്റുപോയ ധർമ്മജനെക്കുറിച്ച് പറയുന്നത്. ആയിക്കോട്ടെ, താങ്കൾ അത് പറഞ്ഞോളൂ, വിരോധമുള്ള കാര്യമില്ല. RSS ഞാൻ 2-3 ദിവസം മുമ്പ് പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയേണ്ടതായിരുന്നു എന്നല്ല, അത് ഷിജുഖാൻ തെറ്റിദ്ധരിച്ചതാണ്.
താങ്കൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ 2 ദിവസം മുമ്പ് പറയാതിരുന്നത് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷമുള്ള ആ ഒരു സ്വരമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാണ്ട് മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് താങ്കൾ തെറ്റിദ്ധരിച്ചാണ്. അവിടെ നിൽക്കട്ടെ. ഇതിൽ പ്രതിപക്ഷ നേതാവ് സെപ്റ്റംബർ 4 പറഞ്ഞ കാര്യം 21 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി അന്വേഷിക്കുമ്പോൾ CPM എന്തിനാണ് ഒളിച്ചു വെച്ചത്? ഈ ADGP RSS നേതാക്കളെ കണ്ടത് 16 മാസമായിട്ട് എന്തിനാണ് ഒളിച്ചു വെച്ചത്? RSS BJP CPM ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസും പ്രതിപക്ഷവും ഉന്നയിച്ച ആരോപണം പോട്ടെ, തള്ളിക്കളഞ്ഞോളൂ. പക്ഷേ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയിട്ട് പത്രസമ്മേളനം നടത്തിയ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോട് വാർത്താലേഖകർ ചോദിച്ചു, BJP നേതാവ് നമ്മളുടെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടു വരുമെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് സംഘടനാപരമായ നടപടിയാണോ ഈ മാറ്റിയതെന്ന്. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, സംഘടനാപരമായ നടപടി അല്ല. പക്ഷേ LDF കൺവീനറായി ചുമതലയേറ്റ TP രാമകൃഷ്ണൻ അത് തിരുത്തി പാർട്ടി സെക്രട്ടറിയെ സംഘടനാപരമായ ചുമതലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ CPM നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് പറയുന്നതേ ഉള്ളൂ. കോൺഗ്രസ് സഹയാത്രികനാണെങ്കിലും ഇടതുപക്ഷത്തെ നിരീക്ഷിക്കാൻ എനിക്ക് വളരെ താല്പര്യവും സന്തോഷവുമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവ കാര്യങ്ങളൊക്കെ പറയുന്നത്. കോൺഗ്രസിനെയും വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പൂരക്കാര്യത്തിൽ കൈരളിയിൽ തന്നെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സിജി ചോദിച്ച കാര്യം, ഇതിൽ പ്രതിപക്ഷത്തിന് ഒറ്റ ആവശ്യമുള്ളൂ. ADGP RSS നേതാക്കളെ 10 ദിവസത്തെ ഇടവേളയിൽ 2 നേതാക്കളെ 2 വർഷം മുമ്പ് കണ്ടത് എന്തിനാണ്? അവർക്കൊപ്പം ചില ബിസിനസ്സുകാരുണ്ടെന്നുള്ള വാർത്തകളെക്കുറിച്ചും കൂടെ ഉത്തരം പറയണം. ഇതൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി. അന്ന് അദ്ദേഹം ഈ 2 കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എനിക്ക് വേണ്ടി ആരും ദൂതനായി പോയിട്ടില്ലെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ എന്തിനാണ് അന്വേഷണം? ഈ അന്വേഷണം പ്രഹസനമാണെന്ന് ഭരണപക്ഷ MLA പറയുമ്പോൾ പ്രതിപക്ഷം പറയുന്നതിനോട് പ്രസക്തി നഷ്ടപ്പെട്ടു. സിജു, പ്രതിപക്ഷ നേതാവ് നിങ്ങൾ ഗവനിക്കേണ്ട. നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്തായിരുന്നു? അന്വേഷണം നടത്തിയില്ല, നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്നായിരുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രഹസനം എന്ന് പറയുന്നതിൻ്റെ പ്രഹസനം അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അതായത് നിലവിൽ മുഖ്യമന്ത്രി തന്നെ അന്നേ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി ഒന്ന് വെങ്ങാനൂർ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിലെ പരാമർശം, പുസ്തകത്തിൽ പറഞ്ഞ എങ്ങനെയാണ് പോലീസുകാരെ ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പോലീസിനെ ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല, ഇടനിലക്കാരായി നിർത്തേണ്ട കാര്യമില്ല. താങ്കൾ തന്നെ പറഞ്ഞതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിറ്റേന്ന് അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയുക? ഈ വിഷയത്തിൽ നേരത്തെ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ക്രൈം അവിടെ നടന്നിട്ടില്ല. ഈ വിഷയം സ്വാഭാവികമായും സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ മുഖ്യമന്ത്രിയുടെ അടക്കം നിരീക്ഷണത്തിലാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ആരോപണം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു പ്രശ്നമുണ്ടായപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടു, ഒരു സംശയ നിഴലിലുണ്ട്, സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP സംശയത്തിൻ്റെ നിഴലിലുണ്ട്. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. അതിന് അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന് സ്വാഭാവികമായൊരു സമയക്രമം എടുത്തുള്ളൂ. അതിനെ വല്ലാത്ത രീതിയിൽ പൊളിറ്റിക്കൽ ചെയ്തുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയും വല്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ശരിയാണോ? താങ്കൾ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷത്തെയും നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ടത്. പക്ഷേ ഈ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ പാർട്ടിയുടെ മുഖപത്രം, അതായത് സത്യസന്ധമായ വാർത്ത കൊടുക്കുന്നതാണല്ലോ, ആ പത്രത്തിൻ്റെ 1-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്, ലൈംഗിക അതിക്രമം നടത്തിയ നടൻ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. അദ്ദേഹം MLA അല്ലേ? എന്താ MLA എന്ന് പറയാൻ പാർട്ടി പത്രത്തിന് മടിയായത്? അതാ ഞാൻ പറഞ്ഞത്, പാർട്ടി ഇതുപോലെ ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് വരുമ്പോൾ ചിലതൊക്കെ വെട്ടിക്കളി. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് CPM അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയുടെ സ്വതന്ത്ര MLA നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, പാർട്ടിയുടെ MLA ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ADGP RSS നേതാക്കളെ കണ്ട പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സ്വതന്ത്ര MLA അല്ല ശ്രീകുമാർ, ഇക്കാര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു ഷിജു ഖാൻ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ശ്രീകുമാർ നേരത്തെ ഷിജു ഖാൻ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. ഇങ്ങനെ കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന ചില വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് CPM എടുത്തുപോയിട്ടുണ്ട്. LDF സർക്കാർ കൈക്കൊണ്ട കാര്യത്തിൽ എടുത്തുപോയിട്ടുണ്ട്. ഇവിടെ താങ്കൾ ഉദ്ദേശിച്ച മുകേഷ് എന്ന് പറയുന്ന മുകേഷിനെതിരെ നേരത്തെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം മുകേഷ് എന്ന് പറയുന്ന ആളായിരിക്കുമ്പോഴും നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ചെറിയ ചെറിയ വിഷയം അല്ല, അത് തന്നെയാണ് എൻ്റെ വിഷയം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങൾ ഈ കെ സുധാകരൻ മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട്
വളരെ കൃത്യമായി അവിടെ മോൻസൺ മാവുങ്കലിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മോൻസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ ഫണ്ട് വരുത്താൻ വേണ്ടി മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു കെ സുധാകരനുണ്ട് ഇവിടെ. അതിനെല്ലാം നിങ്ങൾ തമസ്കരിക്കുകയും ഇവിടെ കൃത്യമായ നിലപാട് ഒരു സർക്കാർ എടുക്കുമ്പോൾ അത് പ്രഹസനമാണെന്ന് പറയുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഒരുപക്ഷെ ഷിജു ഖാൻ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നുണ്ടായിരിക്കും, മുകേഷുമായി ബന്ധപ്പെട്ട് ശ്രീകുമാർ ഉന്നയിച്ച വിഷയം. ഇവിടെ ഞാൻ ദേശാഭിമാനി രാവിലെ വായിച്ചെങ്കിലും ശ്രീകുമാർ പറഞ്ഞത് പ്രകാരം ഒന്നുകൂടി ആ പത്രം എടുത്തു. അപ്പോൾ എടുത്തപ്പോൾ ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്ത വാർത്ത ദേശാഭിമാനിയുടെ മുൻ പേജിൽ തന്നെ വന്നിട്ടുണ്ട്. അതൊന്നും ദേശാഭിമാനി മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ദേശാഭിമാനി ജനങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന നിലയിലുള്ള വാർത്തകൾ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൃത്യമായി ദേശാഭിമാനി അത് പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രീകുമാർ നിരീക്ഷിച്ചാൽ അറിയാം എന്തൊക്കെയാണ് ഇടതുപക്ഷ ബന്ധമില്ലാത്തവരാണെങ്കിൽ പോലും തെറ്റായ വാർത്തകൾ കൊടുത്ത് അവരെ ഇടതുപക്ഷക്കാരാക്കുക, CPIM-ൻ്റെയും DYFI-യുടെയും SFI-യുടെയും നേതാക്കളെന്ന് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ വിളിച്ച് അതിൻ്റെ അവർക്കിതുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും അവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകർ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഭാഗമായി പോയാൽ പിന്നെ ചിലപ്പോൾ ഒരു വഴിത്തർക്കമായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ പ്രശ്നമായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരു തെരുവ് നായ കടിക്കാൻ വരുന്ന സംഭവമായിരിക്കും. ഒരു കല്ലെടുത്ത് അതിനെ നേരിട്ടാൽ പിറ്റേ ദിവസം മാതൃഭൂമിയും മനോരമയും ഒക്കെ കൊടുക്കുന്ന വാർത്ത എങ്ങനെയായിരിക്കും? ശ്രീകുമാർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. വാർത്തകളെ അങ്ങനെയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇനി കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ നേതാക്കന്മാരാണെങ്കിൽ ഒരു വാർത്ത നമ്മൾ എത്രയോ കാലം കൊണ്ട്, ഞാൻ ജേർണലിസ്റ്റ് അല്ല, പക്ഷേ ഞാൻ ജേർണലിസം പഠിച്ച ഒരാളെന്ന നിലയിൽ പറയാം, എത്രയോ കാലമായി നമ്മൾ പത്രവാർത്തകൾ കാണുന്നു. എത്ര വലിയ പ്രഷർ വന്നതിന് ശേഷമായിരിക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെയോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെയോ ഒക്കെ പേരിൽ ഒരു വാർത്ത കൊടുക്കാൻ, അല്ലെങ്കിൽ അവർ കോൺഗ്രസ് ആണെന്നും യൂത്ത് കോൺഗ്രസ് ആണെന്നും ഒക്കെ പറയാൻ ഈ മാധ്യമങ്ങൾ തയ്യാറാകുന്നത്. അങ്ങനെ ഒരു മാധ്യമകാലത്ത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ശ്രീ മുകേഷിനെ സംബന്ധിച്ച വാർത്ത വന്നപ്പോൾ പത്രത്തിൻ്റെ മുൻപേജിൽ തന്നെ കൊടുത്തു. അതിലൊന്നും ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പത്രം എന്ന നിലയിൽ ഞങ്ങൾക്കത് മറച്ചു വയ്ക്കേണ്ട കാര്യവുമില്ല എന്ന് ഞാൻ ശ്രീകുമാറിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ഇക്കാര്യത്തിൽ RSSുമായിട്ടുള്ള ഞാൻ പറഞ്ഞത് നടൻ ആരാണെന്നും ഈ പിന്നെ ആളാരാണെന്നും ഞാൻ പറഞ്ഞത് കേൾക്കൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങ് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഒരു പത്രത്തിൽ ആ പത്രം പ്രസിദ്ധീകരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ വന്ന ഒരാളെ സംബന്ധിച്ചൊരു വാർത്ത വന്നപ്പോൾ ഒന്നും പത്രം മറച്ചു വെച്ചില്ല. അത് ഏതെങ്കിലും അകത്തെ സിനിമ പേജിൽ കൊടുത്തില്ല, ആരും കാണാതിരിക്കാൻ സ്പോർട്സ് പേജിൽ കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ പൊതുവിൽ ജനങ്ങൾ ഇപ്പോൾ സ്പോർട്സ് താല്പര്യരോ സിനിമാ താല്പര്യരോ ഒക്കെ വായിക്കുന്ന ആ നിലയ്ക്ക് അപ്പുറത്തേക്ക് ഏറ്റവും മുൻപേജിൽ എല്ലാവരും വായിക്കുന്ന നിലയിൽ തന്നെ അത് കൊടുക്കുകയുണ്ടായി. അവിടെ ഒന്നും മറച്ചു വയ്ക്കാനില്ല. പിന്നെ അദ്ദേഹം പിന്നെ ടെലിവിഷൻ താരമാണോ, അതല്ലെങ്കിൽ അദ്ദേഹം MLA ആണോ, അതല്ലെങ്കിൽ അദ്ദേഹം മറ്റ് ഏതെങ്കിലും സംഘടനയുടെ സജീവ പ്രവർത്തകനാണോ, അതൊന്നും നടൻ മുകേഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വാർത്ത വന്നാൽ പിന്നെ അതിൽ നിന്ന് എന്താണ് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്? ആ വാർത്തയിൽ സ്പഷ്ടമാണ്. ആ വാർത്ത ഒരു ജേർണലിസ്റ്റിക് ധാർമ്മികതയെയും ലംഘിച്ചിട്ടില്ല, ഒരു ജേർണലിസ്റ്റിക് യുക്തിയെയും അത് പിന്നെ നിരാകരിച്ചിട്ടുമില്ല. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുത്തപ്പോൾ അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ജേർണലിസ്റ്റിക് യുക്തി ഉപയോഗിച്ച് തന്നെയാണ് ദേശാഭിമാനി കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട്, അങ്ങക്ക് ഇത് കഴിയുമ്പോൾ അങ്ങ് ക്ലാരിഫൈ ചെയ്യാം. രണ്ടാമത്തെ കാര്യം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ ഈ RS ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് RSSുമായിട്ട് പിന്നെ നമുക്ക് ഇടതുപക്ഷ പാർട്ടികൾക്കോ അല്ലെങ്കിൽ അതെ മുഖ്യമന്ത്രി ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞില്ലെന്നാണോ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നാണോ, എന്താണ് അദ്ദേഹം ഒന്നത് അത് പറഞ്ഞാൽ ഞാൻ ബാക്കി പറയാം. ഈ കാര്യത്തെ പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞതല്ല, ഷിജു ഖാൻ 2 ദിവസം മുമ്പ് പറഞ്ഞില്ല, അങ്ങനെയല്ലേ ശ്രീകുമാർ? ഞാൻ പറയാം ശ്രീ അജിംസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ പറയാം. അതായത്
ഞാൻ ഈ വിഷയത്തിൽ ചില ചർച്ചകളിൽ പങ്കെടുക്കുകയുണ്ടായി. അന്നവിടെ പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം ശ്രീ പി വി അൻവറുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി അതിന് കൊടുത്ത കൃത്യമായിട്ടുള്ള മറുപടിയാണ്. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് എ ഡി ജി പിയെ സംബന്ധിച്ചും എസ് പിയെ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് ഓരോ വിഷയത്തിൻ്റെയും മെറിറ്റ് വ്യത്യസ്തമല്ലേ? ഇപ്പോൾ ഒരാൾ ഒരു 10 ആരോപണം ഉന്നയിച്ചു എന്ന് കരുതുക. ആ 10 ആരോപണവും അന്നേ ദിവസം തത്തുല്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി തന്നെ ഒരു അന്വേഷണം പുറപ്പെടുവിക്കാം എന്ന് പറയുന്നതാണോ? വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും, അതിനെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇവരെ ആരെയും വെറുതെ വിട്ടില്ലല്ലോ ശ്രീകുമാർ. ഇവരെ ആരെയെങ്കിലും ഇല്ല 2 കൈ പഠിച്ച് നിങ്ങളങ്ങ് പൊയ്ക്കോ, ഇവിടെ പിന്നെ ജനങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വിമർശനം ഉന്നയിച്ചാലോ അല്ലെങ്കിൽ ഒരു MLA വിമർശനം ഉന്നയിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, നിങ്ങളൊക്കെ സമാധാനമായി പോയി കിടന്നുറങ്ങുക എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചോ ശ്രീകുമാർ? നിങ്ങൾ പറയുന്നത് മൺഡേ ആയിപ്പോയതാണ്, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആയിപ്പോയതാണ്. ഞങ്ങളുടെ നിലപാട് വ്യക്തമല്ലേ? അത് സൺഡേ തീരുമാനിച്ചാലും മൺഡേ തീരുമാനിച്ചാലും ഞങ്ങളുടെ നിലപാട് സ്പഷ്ടമാണ്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. പിന്നെ ഇത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു RSSൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുമായി ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നു. അപ്പോൾ ചിലർ വാർത്തകൾ വരുന്നു അത് സ്വകാര്യ സംഭാഷണമായിരുന്നു, അത് സഹപാഠികൾ തമ്മിലുള്ള സംഭാഷണമായിരുന്നു. അപ്പോൾ ചിലർ പറയുന്നു അങ്ങനെയല്ല, അത് RSSുമായി ബന്ധപ്പെട്ട് വേറെ ചില ചർച്ചകളാണ്. ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു വരണ്ടേ? ഇതിനെ സംബന്ധിച്ച ആരോപണങ്ങൾ തന്നെയും ഒന്ന് മറനീക്കി പുറത്തു വരണ്ടേ? അതിൻ്റെ തന്നെയും വ്യക്തത അറിയണ്ടേ? ഇപ്പോൾ ഒരാൾ വഴിയെ പോകുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക പദ്ധതിയോടുകൂടി താല്പര്യത്തോടുകൂടി ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഓഫീസർ, ഒരു IPS ഓഫീസർ RSSൻ്റെ നേതൃത്വവുമായി നടത്തിയ മുൻകൂട്ടി തയ്യാറാക്കിയ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയ ഒരു ചർച്ചയാണോ അത്? അല്ലെങ്കിൽ അതല്ല, പോകുന്ന വഴിയിൽ കണ്ടു അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു എന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് പുറത്തു വരണം. അത് RSSൻ്റെ നേതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്, ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഞങ്ങൾക്കില്ല, RSSുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പിന്നെ അവരെ ശക്തമായി വിമർശിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ എന്താ പരമ അബദ്ധം വിളിച്ചു പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ദൂതനായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP കാണാൻ പോയി എന്ന് പറഞ്ഞു. എന്താ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP കാണാൻ പോയി എന്ന് പറയുന്നതിനപ്പുറം ഈ കാലം കേട്ട പരമവിഡ്ഢിത്തം വേറെ ഉണ്ടോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങളുടെ AICC നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, AICCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫേസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഡൽഹി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതിൽ കർണാടക മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതിൽ പിന്നീട് ബംഗാൾ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതിൽ കേരള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങൾ AICCയുടെ വെബ്സൈറ്റിലാണ് ഫേസ് ഓഫ് ഇന്ത്യ, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഫേസ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി RSSൻ്റെ ഭീഷണിക്ക് നടുവിലും ഈ രാജ്യത്ത് ജനാധിപത്യ പോരാട്ടത്തെ നയിക്കാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയനായ നേതാവ് ഫേസ് ഓഫ് ഇന്ത്യ AICC ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തതിനപ്പുറമുള്ള വാലിഡിറ്റി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിനുണ്ടോ? പ്രതിപക്ഷ നേതാവ് AICC ജനറൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും വർക്കിംഗ് കമ്മിറ്റിയുടെയും മുകളിലാണോ? ഫേസ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയത് AICC ആണ്. വിഡ്രോ ചെയ്തിട്ടില്ല, പിൻവലിച്ചിട്ടില്ല. ഞങ്ങളപ്പോ രാജ്യത്തെ കോൺഗ്രസ് ആ ഘട്ടത്തിലെടുത്ത നിലപാടിന് ഞങ്ങൾ പറഞ്ഞു വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ നിലപാട്. രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ? ഇടതുപക്ഷം, CPIM, കേരളത്തിന്റെ മുഖ്യമന്ത്രി, RSS രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ചെറുത്തില്ലേ? ഞങ്ങൾ അതിനെതിരായിട്ടുള്ള വളരെ ആശയപരമായ ചെറുത്തുനിൽപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചില്ലേ? ആ മുഖ്യമന്ത്രിയാണോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്? ഒരു മഹത്തരമായ പദവിയാണ് ശ്രീകുമാർ, ഞാൻ അങ്ങയെ റെസ്പെക്ട് ചെയ്യാണ്. അങ്ങ് പറ്റുമെങ്കിൽ ഈ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കൊടുക്കണം, അദ്ദേഹം ഇരിക്കുന്ന കസേര പെരുമ്പാവൂരിലെ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് കിട്ടുന്ന 10,000 രൂപയുടെ കസേര അല്ല, മഹാന്മാരായ ആളുകൾ ഇരുന്ന കസേരയാണ്. അത് എറണാകുളത്തെ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് 10,000 രൂപയ്ക്ക് വില കൊടുത്തു വാങ്ങുന്ന കസേര അല്ല. അവിടെ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അദ്ദേഹം ആക്ഷേപിക്കുകയും ഇത് കോൺഗ്രസുകാർ വിശ്വസിക്കുവോ? ചോദ്യം ശ്രീകുമാർ, കോൺഗ്രസുകാർ വിശ്വസിക്കുവോ ഇത്? തീർച്ചയായും ഷിജുഖാൻ. ശ്രീ ജയചന്ദ്രൻ, നേരത്തെ നമ്മൾ ശ്രീകുമാർ അടക്കമുള്ള കോൺഗ്രസ്സുകാർ പറയുന്നൊരു രീതിയുണ്ട്. നേരത്തെ ഈ
എന്തുകൊണ്ട് ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷണം നടത്തിയില്ല? ഇപ്പോൾ പറയുന്നത് അന്വേഷണത്തിൻ്റെ സമയം വളരെ വൈകിപ്പോയി. മുകേഷിൻ്റെ വാർത്ത കൊടുത്തപ്പോൾ വാർത്ത കൊടുത്തില്ല എന്നുള്ളതല്ല, നേരത്തെ അത് വാർത്ത കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കൊടുത്ത വാർത്ത, നിങ്ങൾ 1-ാം പേജിൽ കൊടുത്ത വാർത്തയ്ക്കകത്ത് ഇന്ന വാക്കില്ലല്ലോ എന്നുള്ളതാണ്. ഇതാണ് മൊത്തത്തിലുള്ള കോൺഗ്രസിൻ്റെ രീതി. മാധ്യമങ്ങളടക്കം വളരെ സമർത്ഥമായി തന്നെ അവരുപയോഗിക്കാനും ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നു. എങ്ങനെ കാണാൻ കഴിയുന്നു ഈ ഇരട്ടത്താപ്പിനെ താങ്കൾക്ക്, എം ജയചന്ദ്രൻ? ഇത് ഈ രണ്ട് താങ്കൾ ചോദിച്ച ഈ രണ്ട് കേസിലും, അതായത് ആദ്യം മുകേഷിൻ്റെ MLA കാര്യത്തിലും രണ്ടാമത് PV അൻവർ MLA കാര്യത്തിലും CPIM ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്. അത് പൊതുസമൂഹത്തിനോട് പരസ്യമായ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് കാര്യത്തിലും. എന്ന് മാത്രമല്ല, പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു. പിന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ളതുമാണ്. എന്താണ് പറഞ്ഞത്? എന്താണ്? മറ്റൊന്നും പറഞ്ഞില്ല. ഇത്തരം സാഹചര്യത്തിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നെ രാജിവെക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് പിന്നീട് കേസ് കോടതിയിൽ ആവുന്നു, പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ, കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ ആ പദവി തിരിച്ച് കൊടുക്കാനുള്ള നിയമനിർമ്മാണം രാജ്യത്തില്ല. അത്തരത്തിലുള്ള നിയമവും നിലനിൽക്കുന്നില്ല. ജനപ്രാതിനിധ്യ നിയമത്തിൽ 1951 രൂപീകരിച്ച ഇലക്ഷൻ കമ്മീഷൻ ജനപ്രാതിനിധ്യ നിയമത്തിൽ അങ്ങനെ ക്ലോസുമില്ല. അതുകൊണ്ട് മറ്റ് സ്ഥാനങ്ങളിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാറി നിൽക്കണം എന്നുള്ളതല്ലാതെ കുറ്റാരോപിതൻ എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണ്ട. അതാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. CPIMൻ്റെ സ്റ്റാൻഡ് അതാണ്. അതുകൊണ്ടാണ് മറ്റേ ഇവരുടെ വിൻസെൻ്റ് MLA കാര്യം വന്നപ്പോഴും, അത് കഴിഞ്ഞ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വന്നപ്പോഴും CPIMൻ്റെ നിലപാട് ആ തരത്തിലായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അൻവറിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ സർക്കാർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കും, പാർട്ടി പരിശോധിക്കേണ്ടത് പാർട്ടി പരിശോധിക്കും. സർക്കാർ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ വന്നല്ലോ, അന്വേഷണമായിട്ട് തന്നെ വന്നു. പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ടും പിന്നെ ഗോവിന്ദമാഷ് പറയുന്നുണ്ട്. P. ശശിയുടെ കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് കണ്ടത്. അത് പ്രാഥമികമായ പരിശോധനയിലാണ്. കൂടുതൽ പരിശോധനകൾ പിന്നെ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തുകയും ചെയ്യും എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിലെന്താണ് അവ്യക്തതയുള്ളത്? ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് നിലപാടും പാർട്ടി CPIMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി പൊതുസമൂഹത്തിലോട് പരസ്യമായി വെച്ചിട്ടുള്ളതാണ്. ആ നിലപാട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് നിൽക്കുമ്പോൾ അതിൽ അവ്യക്തതയുണ്ട്. CPIM ശരിയായ നിലപാട് പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താണെന്നറിയാമോ? ശ്രീകുമാറിനെ പോലുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ എനിക്കിന്ന് പെട്ടെന്ന് ഞാൻ രാവിലെ കണ്ടത് KK രമയുടെ പ്രതികരണമുണ്ട് ചാനലിൽ. പിന്നെ രാജിവെക്കുന്നില്ലല്ലോ, മര്യാദഘട്ട പണിയില്ല എന്നൊക്കെ പറഞ്ഞ സാധാരണഗതിയിലുള്ള കുറേ ഭത്സനങ്ങൾ. പക്ഷേ അവർ സ്വയം ആലോചിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് വിൻസെൻ്റ് ഇതേപോലെ ഒക്കെ ആയിരുന്നല്ലോ, അകത്ത് പിന്നെ ജയിലിലടക്കം കിടക്കേണ്ടി വന്നു. മറ്റേയാൾ എൽദോസ് ഒളിച്ചു നടക്കുകയായിരുന്നു, ഒളിവിലായിരുന്നല്ലോ. രണ്ടുപേരും ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. അതെങ്കിലും UDFൻ്റെ MLA ആയ ഘടകകക്ഷിയാണല്ലോ KK രമ. ഏകാംഗ MLA ആണെങ്കിലും അവർ ഘടകകക്ഷിയല്ലേ. അപ്പോൾ പറയുമ്പോൾ അത് ബാധകമല്ല. അവിടെ സ്വന്തം നാവിന് വിലങ്ങിടും സ്വന്തം കാര്യം വരുമ്പോൾ. പക്ഷേ CPIMനെ അടിക്കാനൊരു വടി കിട്ടുമ്പോൾ ആഞ്ഞടിക്കാനുള്ള എല്ലാ വ്യഗ്രതയും കാണിക്കും. അതാണ് കണ്ടത്. അത് രമയ്ക്കങ്ങനെ ആവാം, ആയിക്കോട്ടെ, അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ സ്വീകരിക്കുന്നതാണെന്ന് പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ സമാധാനമായിട്ട് പറയുകയും ചെയ്യും. പക്ഷേ താങ്കളങ്ങനെ പറയുമ്പോഴാണ് എനിക്കത് ആശ്ചര്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ പറയാമോ? ഇത് നിയമപ്രകാരമുള്ളൊരു ഇഷ്യൂ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത്തരം തീരുമാനം എടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിൽ ആ നിലപാടിലേ സ്വീകരിക്കാൻ കഴിയൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറ്റവിമുക്തനാകുന്ന പക്ഷം ഈ സ്ഥാനം തിരിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയുള്ള ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊന്നേരം ആലോചിക്കാം. അതങ്ങനെയല്ലാത്തതുകൊണ്ടാണ് ഏത് രാഷ്ട്രീയ കക്ഷിക്കും ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? അത് കോൺഗ്രസ് ആണെങ്കിലും CPIM ആണെങ്കിലും ഇനി BJP ആണെങ്കിലും അത് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ചെയ്തിട്ടുമുള്ളൂ. അത് ഒരു കീഴ്വഴക്കമായിട്ടോ പാരമ്പര്യമായിട്ടോ ഒന്നും കൂട്ടണ്ട, നിയമപ്രകാരമാണത്. ആ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതെങ്കിലും താങ്കൾക്കറിയാത്തതല്ല. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, താങ്കളെ പോലൊരു പറയുമ്പോഴാണ് എനിക്കതിൻ്റെ അകത്തൊരു വിഷമം തോന്നുന്നതെന്നുള്ള ആ ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. അതാണ് ഇവിടെയും ഉള്ളത്. പിന്നെ അൻവർ ഇന്ന് പറഞ്ഞ കാര്യം, അൻവർ എന്ത് പറഞ്ഞാലും ഞാൻ അതേ പറഞ്ഞല്ലോ, DGP എന്നുള്ള കരാർ പണിക്കാരനൊന്നുമല്ല.
DGP അങ്ങ് പുറത്താക്കിയിരുന്ന അൻവർ പറഞ്ഞ കാര്യം നടക്കുമോ? അങ്ങനെ കരാർ പണിക്കാരനല്ലെന്നേ DGP എന്ന് പറയുന്നത്. ആ തസ്തിക എന്ന് പറയുന്നത് ADGP എന്ന് പറയുന്നത്. ADGPയുടെ തസ്തിക അങ്ങനത്തെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തോടെ നടപടിയെടുക്കണമെങ്കിൽ ഉത്തരവാദിത്തമുള്ള വഴിയിൽ കൂടെ നടപടിയിലേക്ക് എത്തുന്ന രീതി തെളിയിക്കണം. നിയമപ്രകാരം അത് ശരിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. കേരളത്തിൻ്റെ കാര്യം വിട്ടേക്കൂ. രാജീവ് നാരായണ സ്വാമി കോർപ്പറേറ്റ് ബോർഡിലിരുന്ന കാലത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത കേന്ദ്ര നടപടി ഉണ്ടല്ലോ, അത് താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ശ്രീകുമാർ. എങ്ങനെയാണ് രാജീവ് നാരായണ സ്വാമി തിരിച്ചു വന്നത്? അതേ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിയെടുത്തത്. ഈ നരേന്ദ്രമോദി സർക്കാർ തന്നെ. അദ്ദേഹം പോയില്ലേ, CIT പോയില്ലേ, തിരിച്ചു നമ്മുടെ ഇവിടുത്തെയൊക്കെ മാറ്റി വെക്കൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം നിയമപ്രകാരം ഈ പറയുന്ന ഉദ്യോഗസ്ഥന് തെറ്റ് ചെയ്ത് നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. ആ വഴിയിലെ നടപടിയെടുക്കാൻ സാധിക്കൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിയമപ്രകാരം സാധിക്കൂ എന്നുള്ളത്. അതുതന്നെയാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാൻ കഴിയും ഒരു ഗവൺമെൻറ്റിന്, വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടി വരുന്നത്. അതാണ് അതിൻ്റെ ആകെത്തുകയും. ശരി, ശ്രീ N. ശ്രീകുമാർ, ഈ പറഞ്ഞത് ഈ ചർച്ചയിലടക്കം ആദ്യം മുതൽ പറഞ്ഞത് ചർച്ചയുടെ തുടക്കത്തിൽ ഷിജു ഖാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി ഓർത്ത് പറയേണ്ടി വരിക. ഇതൊരു സീൻ ബൈ സീനായി സിനിമയിൽ പറയുന്നത് പോലെ രാവിലെ 10 മണിക്ക് ഒരാളെ കുത്തിക്കൊന്നു, അടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കുന്നു, പിടിച്ചകത്തിടുന്നു. അങ്ങനെ സിനിമയിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ പോകാൻ കഴിയുന്നതല്ലല്ലോ ഒരു നിയമ സംവിധാനം, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അത് അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാൻ, പൊതു സമൂഹത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ കൃത്യമായ ശ്രമങ്ങൾ പ്രതിപക്ഷം നടത്തുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി N. ശ്രീകുമാർ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഇങ്ങനെ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന, വളരെ ഗൗരവത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന താങ്കൾ അടക്കമുള്ളവർ ഇങ്ങനെ ചർച്ചകളിൽ നിന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജ് ഉണ്ട്. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നതാണോ ശ്രീ N. ശ്രീകുമാർ? ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. അത് യൂട്യൂബ് എടുത്തിട്ട് കാണേണ്ടവരൊക്കെ മനസ്സിലാക്കട്ടെ. 2 കാര്യം മാത്രമേ പറയുന്നുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ഒന്ന്, ശ്രീ ഷിജു ഖാൻ പറഞ്ഞു പിണറായി വിജയൻ്റെ ആ ഒരു AICC വെബ്സൈറ്റ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട് ശ്രീ യെച്ചൂരി മരിച്ചപ്പോൾ. അതായത് ഇന്ത്യ മുന്നണിയുടെ സംരക്ഷകനാണ് സീതാറാം യെച്ചൂരി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത്രയും ബഹുമാന്യത കോൺഗ്രസ് ഇടതുപക്ഷത്തിന് എപ്പോഴും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ മുകേഷിൻ്റെ വാർത്ത CPM പത്രം കൊടുത്തില്ലെന്നല്ല പറഞ്ഞത്. MLA എന്ന 3 അക്ഷരം വെട്ടിക്കളഞ്ഞു, നടൻ മുകേഷ് നാക്കി. എന്താ MLAക്ക് വലിയ വിലയില്ലേ ഈ നാട്ടിൽ? പാർട്ടി കുറേ കാലത്തിന് ശേഷം ഈ പത്രം എടുത്ത് നോക്കുമ്പോൾ മുകേഷ് MLA ആയിരുന്നില്ല എന്ന് അക്കാലത്ത് തെറ്റിദ്ധരിപ്പിക്കാനാണോ ഈ നടപടി? തെറ്റാണ്. MLA എന്ന് തന്നെ കൊടുക്കണമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം താങ്കൾ ചോദിച്ചത്, ADGPയുടെ RSS നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് ഒരുപാട് കാലം മുമ്പ് ആവശ്യപ്പെട്ടിട്ട് അന്നൊന്നും കേൾക്കാതിരുന്നവർ ഇന്ന് ഘടകകക്ഷികളുടെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പ്രഹസനമാണെന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല. പ്രതിപക്ഷം ആ അന്വേഷണത്തെക്കുറിച്ച് പ്രഹസനമാണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഭരണപക്ഷ MLA ആണ്. ആ ഭരണപക്ഷ MLAയെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് ശരി ശ്രീകുമാർ, വളരെ സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ചോദിച്ച ശ്രീ ഷിജു ഖാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തിനൊരു മറുപടി നൽകാവുന്നതാണ്. അദ്ദേഹം ചോദിച്ചു തന്നെയാണ്, ആ ഭരണപക്ഷി MLA പറയുന്നത് പോലും പ്രഹസനമാണല്ലോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ താങ്കൾക്ക് ആ മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ ഒരു 30 സെക്കൻഡിനുള്ളിൽ. ശ്രീ PV അൻവറിനെ ശ്രീകുമാറും ബഹുമാനപ്പെട്ട ശ്രീകുമാറും അതോടൊപ്പം മലയാളത്തിലെ മുഖ്യധാര ചാനലുകളുമൊക്കെ ഇപ്പോൾ വല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റഫർ ചെയ്യുന്നു, അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നു. എന്തായിരുന്നു അദ്ദേഹത്തോടുള്ള ഇവരുടെയൊക്കെ സമീപനം? വ്യക്തിഹത്യ നടത്തി, വേട്ടയാടി, അദ്ദേഹത്തെ തകർത്ത് തരിപ്പണമാക്കാൻ രംഗത്ത് വന്ന ആളുകളല്ലേ ഇവരൊക്കെ? അന്ന് ഈ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ നിലപാടെന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരായി എഴുതി വിട്ടത്, അദ്ദേഹത്തിനെതിരായി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത്? അന്ന് അദ്ദേഹം കൊടുത്ത മറുപടികൾ ഇപ്പോൾ യൂട്യൂബിലുണ്ടാവും. അതും ശ്രീകുമാർ ബഹുമാനായ ശ്രീകുമാർ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ശക്തമായി വേട്ടയാടിയ ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ചില വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു, ഗവൺമെൻറ് അത് പരിഗണിച്ചു, മുഖ്യമന്ത്രി അതിനെ ഗൗരവത്തോടുകൂടി എടുത്തു. പിന്നെ ഭരണപക്ഷത്തെ ഒരു MLA പത്രസമ്മേളനത്തിൽ പറയേണ്ട വിഷയങ്ങളാണ് പത്രസമ്മേളനത്തിൽ പറയേണ്ടത്. മറിച്ച് ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ഒക്കെയാണ് സംസാരിക്കേണ്ട വിഷയങ്ങളെങ്കിൽ ആ നിലപാട് സ്വീകരിക്കും. അത് പൊളിറ്റിക്കൽ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനവും നിയമസഭാ സാമാജികരുടെ പ്രവർത്തനവും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ.
അത്തരം നിലപാടാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന ശരി, സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച സമയപരിമിതി പ്രസ്താവന. മൂലം ഇടപെടുകയാണ് ശ്രീ ഷിജുഖാൻ. താങ്കൾ പറഞ്ഞത് അടക്കം ബോധ്യപ്പെടുന്നുണ്ട്. കാരണം മുൻകാലങ്ങളിൽ PV അൻവറിനെ വേട്ടയാടിയ അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആ വേട്ടക്കാരനായി ചിത്രീകരിച്ച അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇരയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഇരട്ടത്താപ്പും എല്ലാം കൃത്യം കേരള സമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. ഏതായാലും ADGP വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾ, ഇന്ന് രാവിലെയോടെ കെട്ടടങ്ങിയ വിവാദങ്ങളും കേരള സമൂഹം കാണുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷിജുഖാൻ, ഒപ്പം തന്നെ N. ശ്രീകുമാർ, M. ജയചന്ദ്രൻ. ഇന്ന് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുക.